പശ്ചിമേഷ്യയിൽ കൊടുമ്പിരി കൊള്ളുന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷം രണ്ടാഴ്ച പിന്നിടുമ്പോൾ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖൊമേനിയും ഉടൻ തന്നെ പടമാകും. ഒരു ലൈഫ് ഇൻഷുറൻസ് പോലുമില്ലാത്ത നേതാവാണ് അദ്ദേഹമെന്നും ഏത് നിമിഷം വേണമെങ്കിലും വധിക്കപ്പെടാമെന്നും അതിൽ മുജ്തബയ്ക്കുള്ള ശവമഞ്ചൽ തയ്യാറാക്കുകയാണ് തങ്ങളെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ നെതന്യാഹു ആകട്ടെ അദ്ദേഹം അവിടെ പേടിച്ച് ഗുഹയിൽ ഒളിച്ചിരിക്കുകയല്ല എന്നും കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നത് വെറും തിരശീലയ്ക്ക് പിന്നിലെ കഥകൾ മാത്രമാണ് എന്ന ഒരു സന്ദേശം കൂടിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മാത്രമല്ല പുതിയ പരമോന്നത നേതാവിന് ഇതൊരു വലിയ താക്കീത് കൂടിയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ പുതിയതായി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പരമോന്നത നേതാവ് മുജ്തബ ഖൊമേനിക്ക് ലൈഫ് ഇൻഷുറൻസ് ഇല്ല എന്നതായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. ഇറാനും പരമോന്നത നേതാവിനും എതിരായ ആക്രമണങ്ങൾ ഇനിയും തുടരുമെന്നും അദ്ദേഹം വ്യക്തമായ സൂചനയാണ് നൽകിയത്. ഖൊമേനിയും ഹിസ്ബുള്ള നേതാവ് നഈം ഖാസിമിനെയും ഇസ്രായേൽ ലക്ഷ്യം വെക്കുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി തന്നെ ഭീകര സംഘടനയുടെ നേതാക്കളിൽ ഒരാൾക്ക് പോലും ലൈഫ് ഇൻഷുറൻസ് പോളിസി ഇല്ല എന്നതായിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചത്. ഇറാനെതിരായ US ഇസ്രായേൽ സംയുക്ത ദൗത്യം അത് പ്രതീക്ഷിച്ചതിന് മികച്ചതായി തന്നെ നടത്തുന്നുണ്ട് എന്നും നെതന്യാഹു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇസ്രായേൽ ഇപ്പോൾ എക്കാലത്തേക്കാളും ശക്തമാണ്. ക്രൂരമായ സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിന് നീക്കം ചെയ്യാൻ ഇറാനിയൻ ജനതയ്ക്ക് സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനാണ് അമേരിക്കയും ഇസ്രായേലും അഹോരാത്രം അവിടെ പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ തെരുവുകളിലും ചെക്ക് പോസ്റ്റുകളിലും ഞങ്ങൾ റവല്യൂഷണറി ഗാർഡ്സുകൾക്കും അതേപോലെ തന്നെ ഗാസിജിനും നേരെ ശക്തമായ പ്രഹരമേൽപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഇപ്പോഴും സജീവമാണ്. ഇറാനിയൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യത്തിന്റെ പുതിയ ആ ഒരു പാതയിലേക്ക് കടക്കാൻ കഴിയുന്ന നിമിഷത്തിനായി തന്നെ കാത്തിരിക്കുന്നു. ആ നിമിഷം അടുത്തു വരികയാണ്. ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കുന്നു. ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. പക്ഷേ അവസരം, അതായത് ഏറ്റവും ഒടുവിലായി തന്നെ അത് നിങ്ങളെ ആശ്രയിക്കുന്നു എന്നതും അത് നിങ്ങളുടെ കൈകളിലാണ് എന്നതായിരുന്നു നെതന്യാഹു ജനങ്ങളോടായി തന്നെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതേസമയം അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ഭാഗത്തു നിന്ന് ഇറാന്റെ എണ്ണവാതക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ പശ്ചിമേഷ്യയിലെ മുഴുവൻ ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങളും തകർക്കുമെന്നായിരുന്നു ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നറിയിപ്പ് നൽകിയത്. ഇറാന്റെ ഇന്ധന കേന്ദ്രങ്ങൾക്കോ തുറമുഖങ്ങൾക്കോ നേരെ ചെറിയ തോതിലുള്ള ആക്രമണം ഉണ്ടായാൽ പോലും അതിശക്തമായ തിരിച്ചടി നൽകുമെന്നായിരുന്നു ഇറാന്റെ സൈനിക വിഭാഗമായ ഖാത്തം അൽ അൽബിയ ഇവിടെ ആ ഒരു പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയത്. ഇത് തിരിച്ചടി, അതായത് ഈ ഒരു തിരിച്ചടി ഇറാന്റെ അതിർത്തിക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയ്ക്കും അവരുടെ പാശ്ചാത്യ സഖ്യകക്ഷികൾക്കും താല്പര്യമുള്ള മേഖലയിലെ എല്ലാ എണ്ണവാതക കേന്ദ്രങ്ങളും അഗ്നിക്കിരയാക്കും എന്നതായിരുന്നു ഇറാന്റെ ഭീഷണി. ഫെബ്രുവരി 28 ആരംഭിച്ച US ഇസ്രായേൽ ഇറാൻ യുദ്ധം ഇപ്പോൾ 2 ആഴ്ച പിന്നിടുകയാണ്. സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുമെന്ന ആശങ്ക പോലും ശരിവെക്കുന്ന തരത്തിലാണ് ഇറാന്റെ പുതിയ നീക്കങ്ങൾ വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.